വീഡിയോയുടെ പേര് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇങ്ങനെയൊന്നും ഭർത്താവിനോട് പറയരുത് എന്നാണ്. എന്താണ് ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളിലൂടെ നമുക്ക് ഭർത്താവിൻ്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോക്കൊരു ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്ന് രണ്ട് ഹദീസുകൾ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഖൈറുൻ നിസാഇ ഇദാ നളർത ഇലൈഹാ സിർറതക വഇദാ അമർതഹ അത്വഅതുക ഫഇദാ ഖിബ്ത അൻഹ ഹിഫ്ളതക ഫി മാലിഹ വ നഫ്സിഹ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. ഭർത്താവ് നിന്നിലേക്ക് നോക്കുന്ന സമയത്ത് ഭർത്താവിന് നിന്നിൽ നിന്ന് സ്നേഹം ഉണ്ടായിരിക്കണം, നിന്നോട് ആഗ്രഹം തോന്നിയിരിക്കണം. അതുപോലെ തന്നെ നിന്നോട് ഭർത്താവ് കൽപ്പിച്ചാൽ നീ ഭർത്താവിനിക്ക് വഴിപ്പെടുന്നവളായിരിക്കണം. ഭർത്താവ് നിന്നിൽ നിന്ന് മറഞ്ഞാൽ, ഭർത്താവിൻ്റെ അഭാവത്തിൽ, ഭർത്താവ് ഗൾഫിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവനോ ആണെങ്കിൽ ആ ഭർത്താവിൻ്റെ അഭാവത്തിൽ ഭർത്താവിൻ്റെ മുതലിനെ നീ സംരക്ഷണം നൽകുന്നതോടൊപ്പം നിൻ്റെ ശരീരത്തെയും നീ സംരക്ഷിക്കുന്നവളായിരിക്കണം. ഇത് ഒരു പെണ്ണിൻ്റെ, ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയുടെ, ഏറ്റവും വലിയ ഉത്തമയാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. നാം ഒരു ഹദീസ് കൂടെ നിങ്ങളിലേക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്തെ, എത്രമാത്രം ഭർത്താവിന് നാം സ്ഥാനം നൽകണമെന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഹദീസ് കൂടെ നിങ്ങളോട് പറയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും, സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കെങ്കിലും സുജൂദ് ചെയ്യാൻ എന്നോട് അള്ളാഹു കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് ഞാൻ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു. ഭർത്താവിനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ഭാര്യമാരോട് കൽപ്പിക്കുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യൽ ഇസ്ലാമിലില്ലാത്ത കാര്യമാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. അങ്ങനെ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് ഭർത്താവിനിക്ക് ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനം എത്രമാത്രമുണ്ട് എന്ന് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് കൂടെ പറയാം. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ വീട്ടിലുണ്ടായിരിക്കെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് പോലും അനുഷ്ഠിക്കൽ ഹറാമാണ് എന്ന. സുന്നത്ത് നോമ്പ് പോലും അനുഷ്ഠിക്കാൻ പാടില്ല. ഇന്ന് ഭർത്താവ് വീട്ടിലുണ്ട്, ആ ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങണം. ഭർത്താവ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണ്ട എന്ന് നമ്മോട് പറഞ്ഞാൽ ആ ദിവസം ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അത് ഭർത്താവിനോടുള്ള വഴിപ്പെടുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഉദാഹരണമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി, എന്തെങ്കിലും സ്വാഭാവികമായ കാര്യത്തിൽ പിണങ്ങി, പക്ഷേ ആ പിണക്കം കാരണം രാത്രി ഭർത്താവിനോട് കൂടെ കിടക്കാതെ അവൾ മാറിക്കിടന്നാൽ നേരം പുലരുന്നത് വരെ മലക്കുകൾ ആ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഈ ഹദീസുകളിൽ നിന്നൊക്കെ ഭർത്താവിൻ്റെ സ്ഥാനം എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും ഹദീസുകൾ നാം മനസ്സിലാക്കിയിട്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളിലെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. എന്നോട് ചില ആളുകളിൽ മാത്രമുണ്ടാവുന്ന കാര്യമാണ്, എല്ലാ സ്ത്രീകളിലുമല്ല. ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമതായിക്കൊണ്ട് ചില വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യ ഒരു പക്ഷേ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട സ്ത്രീയായിരിക്കും.
ഭർത്താവ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ അല്ലെങ്കിൽ ഇടത്തരം സാമ്പത്തിക കുടുംബത്തിലുള്ള ആളുമാണെങ്കിൽ ഈ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിനിക്ക് വിവാഹം കഴിക്കുന്ന സമയത്തും അല്ലാതെയുമൊക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ ഭാര്യയുടെ വീട്ടുകാർ ഒരുപക്ഷെ വാഹനം കൊടുത്തിട്ടുണ്ടാവാം, മറ്റു ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ബാപ്പയും ഉമ്മയുമൊക്കെ സമ്പന്ന കുടുംബമായതുകൊണ്ട് തന്നെ മകളെ കാണാൻ വരുന്ന സമയത്ത്, കാണാൻ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് മകൾക്ക് ചിലപ്പോൾ പണം കൊടുക്കുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചില ഭാര്യമാരെങ്കിലും ഭർത്താവിനോട് ചില സമയങ്ങളിൽ അവർ പറഞ്ഞു പോകാറുണ്ട്, എൻ്റെ ഉമ്മയും ബാപ്പയും തരുന്നത് കൊണ്ടാണ് ഇവിടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്, ഇല്ല എങ്കിൽ കടത്തിലായി പോകും, വിഷമത്തിലായി പോകും, അവർ കൊണ്ടുവന്ന സാധനമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, മനസ്സിനെ വേദനിപ്പിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെയുള്ള ഒരു സംസാരം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന സ്ത്രീയാകുമ്പോൾ അവരുടെ വീട്ടിൽ നല്ല സൗകര്യങ്ങളുണ്ടാവും. ഒരുപാട് സൗകര്യങ്ങൾ ഉള്ള വീട്ടിൽ നിന്ന് സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രയാസമുണ്ടാകും. ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ ഭർത്താവിനെ കുറ്റം പറയരുത്, ഇവിടെ സൗകര്യം കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കുറ്റം പറയുന്ന, ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ഭർത്താവിൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നവരായിരിക്കണം. ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ഇസ്ലാമികപരമായി നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും പറ്റുന്ന കാര്യമാണെങ്കിൽ അത് നാം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വളരെ ചിലരെങ്കിലും മോശം പ്രവർത്തികൾക്ക് ഭാര്യമാരോട് കൽപ്പിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് പലപ്പോഴും കേൾക്കുന്നവരാണ്. അത്തരം ഹറാമുകളുമായി ബന്ധപ്പെട്ട് കൽപ്പിക്കുന്നതിന് ഒരിക്കലും നിങ്ങൾ വഴിപ്പെടേണ്ടതില്ല. അത് വഴിപ്പെടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള യാതൊരു ശിക്ഷയും ലഭിക്കുകയുമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നാലാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഭർത്താവിനോട് പറയുക. ഒരിക്കലും ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്കാണ്. നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മറ്റൊരാളെ കൂടെ ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല, നല്ല ഉഷാറായി പോകുമായിരുന്നു എന്ന് ഒരു ഭർത്താവിനോട് പറഞ്ഞു പോയാൽ ആ ഭർത്താവിൻ്റെ മനസ്സ് തകരും. അതോടുകൂടി കുടുംബ ബന്ധം ശിഥിലമാകും. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഭർത്താവ് നിങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് ഭർത്താവിന് ഉത്തരം നൽകിക്കൊണ്ട് ഭർത്താവ് പറയുന്നത് അനുസരിക്കുക. അതുപോലെ തന്നെ ഭർത്താവിനോട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ, അതല്ലെങ്കിൽ മറ്റു ഒരു ഷോപ്പിങ്ങിന് പോകട്ടെ, മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകട്ടെ എന്ന് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ നിൻ്റെ ഉമ്മയോ നിൻ്റെ ആങ്ങളെയോ ബന്ധപ്പെട്ട മഹ്റമത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാതിരിക്കലാണ് ഖൈറ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പോകാതിരിക്കലാണ് ഖൈറ്. ഇത്രയും കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ റാഹത്തോടെ നീങ്ങാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങളും ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളും എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടതും എന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വീഡിയോയിൽ ഭാര്യയിൽ നിന്ന് ഭാര്യ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി അല്ലാഹു തആല എല്ലാവർക്കും നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ
മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.